രേണു സുഖമാണെന്ന് വിശ്വസിക്കുന്നവരുടെ എല്ലാവർക്കും സുഖം തന്നെ. അവിടെ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. പൊന്നാർക്ക് സുഖമില്ലാത്ത പൊന്നാർക്കാ സുഖം. എന്തുവാണത്? ലെറ്റർ എഴുതി കളിക്കുക പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. മുറത്തിൽ നിൽക്കുമ്പോഴേ ഞങ്ങക്ക് കൊല്ലത്തിൽ ഒരു ലെറ്റർ ഇത് തരില്ല എൻ്റെ തരില്ല എൻ്റെ എന്ന് പറയാന്. ഒരു ഇല്ലൻ്റെ തരാം എല്ലാവർക്കും കൊല്ലത്തില് ഓരോ ഇല്ലൻ്റെ തരാറുണ്ട്. അതങ്ങോട്ട് കിട്ടുമ്പോ ഞങ്ങളുടെ സന്തോഷം കണ്ടിട്ട് ആ മഠത്തിലൊക്കെ നിൽക്കുമ്പോ അത് ഞങ്ങള് പുറമൊക്കെ വെക്കും. എന്ന് വെച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തോ കാര്യം എഴുതണം വീട്ടിലേക്ക് അയക്കണം ഇതാണ്. അപ്പൊ നമ്മൾ എഴുതണം, അത് ഒട്ടിച്ചിട്ട് നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് എഴുതി ഇപ്പൊ അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരും. ഇപ്പുറത്ത് ഫ്രം ടു അതുപോലെ സിസ്റ്റർ പഠിപ്പിച്ചു തരും. ഫ്രം നിങ്ങളുടെ വീട്ടിക്ക് ടു ടു എന്നാ ഇവിടെ നിന്ന് അപ്പൊ ഇവിടെ നിന്നിട്ട് അയക്കണത് ഫ്രം ടു എവിടേക്ക് പോകേണ്ട ചാങ്ങട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് സിസ്റ്റർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതാ ഉള്ളിൽ എഴുതാതെ ഒട്ടിച്ചിട്ട് സിസ്റ്ററിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം. സിസ്റ്റർ അത് ആരെങ്കിലും വിട്ടെടുത്ത് പോസ്റ്റ് പെട്ടിയിൽ കൊണ്ടുവിടും. അതാണ്. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു സുഖാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അറിയില്ല, നമ്മളെ എന്തോ ഒരു സാധനം അങ്ങോട്ട് പോണ്ട്. അങ്ങനെ അതോടെ എത്തും. പിന്നെ സ്വപ്നങ്ങളാണ്. കാര്യം വീട്ടിൽ എടുത്ത് അത് കിട്ടും, അത് അമ്മ വായിക്കും, അത് അമ്മമ്മയ്ക്ക് കാണിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളൊക്കെ വരും. അതൊരു സുഖം. അപ്പൊ ഇതിലെഴുതണതാണ് അല്ല. അപ്പൊ എന്താന്ന് നമുക്ക് എഴുതാറില്ല. അപ്പൊ ഒരു കുട്ടി എഴുതുന്നത് നമ്മൾ നോക്കുമ്പോ അടിക്കുക. അവൾ എഴുതണ എന്താ, അവിടെ എല്ലാവർക്കും സുഖല്ലേ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഈ ഒരു വഴിയാണ് എഴുതാനുള്ളത് ആദ്യമായിട്ട്. അപ്പൊ അതെങ്ങനെ എഴുതും. അപ്പൊ ഞാൻ അവര് നോക്കിയിട്ട് ഞാൻ അവിടെ എല്ലാവർക്കും സുഖല്ലേ, ഇവിടെ എല്ലാവർക്കും സുഖാണ്. പിന്നെ എന്നിട്ട് പിന്നെ കൂടുതലൊന്നും എഴുതാനൊന്നും അറിയണില്ല. എന്നാലും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ട് അങ്ങനെ ചോദിച്ച് രണ്ടു വാക്കൊക്കെ എഴുതി അങ്ങനെ കൊടുത്തു വിടും. എഴുതാ അറിയണെങ്കിൽ മറ്റുള്ള കുട്ടികളെ കൊടുക്കൂടി. ഒന്ന് എഴുതിയരോ ഒന്ന് എഴുതിയരോ രണ്ടു വാക്ക് എഴുതിയരോ എന്ന് ചോദിക്കുക. അങ്ങനത്തെ എന്താ ഒരു കാലം. അവസാനം മലയാളം എഴുതാൻ അറിയാത്ത മണി എങ്ങനെയാണ് കത്തെഴുതുന്നത്, അതൊക്കെ ഞങ്ങൾ അങ്ങനെ എഴുതും. അതല്ലേ പറഞ്ഞ ഒരാൾ എഴുതണത് പോയി നോക്കി എഴുതും, അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിക്കും. അതിലെങ്ങനെയാണ് എഴുതുക. എന്താണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. ഇതൊക്കെ തന്നെ. അപ്പൊ ഇത് പറഞ്ഞ അപ്പൊ എന്റെ ഒരു അടുത്ത് അവിടെ എത്തിട്ടാ പ്രസാദ് മണി പറഞ്ഞ പോലെ ഞാൻ എഴുതിയത് അവിടെ ഇരുന്നിട്ട് കുറ്റങ്ങളൊക്കെ വായിക്കണ്ടായിരുന്നു. ആര് നാട്ടുകാർ മുഴുവനും. അപ്പൊ എനിക്ക് പെട്ടിയില്ല എല്ലാവർക്കും പെട്ടിക്കുണ്ട്. അപ്പൊ എനിക്ക് എന്തൊരു ബാഗ് അങ്ങനെ ഉള്ളത്. അപ്പൊ പെട്ടിക്ക് എല്ലാവർക്കും പെട്ടി വേണമെന്ന് സിസ്റ്റർ പറഞ്ഞു. പെട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ നമ്മുടെ ഡ്രസ്സുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പെട്ടി വേണം, താക്കോലും പൂട്ടും വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾ നമ്മുടെ സാധനങ്ങൾ എടുക്കും, അതുകൊണ്ട് നിങ്ങൾ പെട്ടി മേടിക്കണം പൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടിയില്ല. അപ്പൊ ഞാൻ ഇത് എഴുതി അവിടെ അവരവിടെ പെട്ടി പട്ടിയിലായി പോയി. എനിക്കറിയില്ലല്ലോ. എന്നിട്ട് അവര് വെച്ച് എനിക്കൊരു പട്ടി വേണം, എനിക്കൊരു പട്ടി വേണമെന്നായി. അയ്യോ. എന്നിട്ട് പിന്നെ എന്നെ പൊന്നു വെക്കേഷന് 10 ദിവസം വീട്ടിൽ പോയത് എന്നെ കൊന്നില്ല എന്നുള്ള അവന്മാര് മുഴുവൻ എന്തിനാണ് എനിക്ക് പട്ടി. അയ്യോ അതിൽ പിന്നെ കൊറേ തെറ്റുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ഇപ്പോഴും വയ്യാച്ചിരിക്കെ. ആ ഷാജാന്നും ബിജാറിനൊക്കെ എന്നെ എന്തുമാത്രം കളിയാക്കുന്നുണ്ടെന്നറിയോ. അവരങ്ങനെ തന്നെ വായിക്കും. കാണാപ്പാടം പഠിച്ച വെച്ചേക്ക. അവർക്ക് ഇതുപോലെ ഒരു ലെറ്റർ ആദ്യമായിട്ട് കിട്ടണത് അല്ലാണ്ട് പാരായിക്കാനാ. അപ്പൊ ആ ലെറ്റർ ആ ഭാഗത്തുള്ളവർ മുഴുവനും വായിച്ചിട്ട് അവൾക്കൊരു പട്ടി വേണം, നിങ്ങൾക്ക് അവിടെ സുഖമല്ലേ, എനിക്ക് ഇവിടെ സുഖം തന്നെയാണ്. അവര് കാണാണ്ട് പഠിച്ചേക്ക. ഇനിയും കുറെ ഉണ്ടായിരുന്നല്ലേ. ആരൊക്കെ മയ്യാന്റെ ലെറ്റർ ഇന്നപ്പോ